ഹലോ ഗായ്സ്, ഈ രണ്ടുപേരുടെയും ഓട്ടം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ 7th ഫ്ലോറിൽ പാർക്കുണ്ട്. ഇതാണ് ഔട്ട്ഡോർ പാർക്ക്. ഇൻഡോർ പാർക്കുണ്ട്, ഔട്ട്ഡോർ പാർക്കുണ്ട്. വഴിയിൽ വെച്ചിട്ട് ഹെദറിൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഈ ക്ലാസ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ടായിരുന്നു ഇവർ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവൾ വേഗം ഓടി ഔട്ട്ഡോർ പാർക്കിലേക്കാണ് ഇവർ പോയത്. അപ്പോൾ രണ്ടുപേരും അവിടെ നിന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. എന്താണെന്നറിയില്ല, രണ്ടു പേർക്കും പുറത്ത് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇൻഡോർ പാർക്കിനേക്കാളും കൂടുതൽ അവർക്ക് ഔട്ട്ഡോർ പാർക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എപ്പം നോക്കിയാലും ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടേക്കാണ് വരാറ്. കളിച്ച് ഹെൻട്രിക്ക് ഈ സ്ലൈഡ് ചെയ്യണതിൻ്റെ മേലെ കൂടെ കയറായിരുന്നു. ഞാൻ സ്പൈഡർമാനാണ്, സ്പൈഡർമാൻ്റെ പോലെ കയറായിരുന്നു ഇതിൻ്റെ മേലെ കൂടെ. ഹെദറിനാണെങ്കിലോ ഇതുപോലെ തന്നെ അവൾക്കും ആ ചേട്ടൻ്റെ ബാക്കിൽ കൂടെ കയറണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. യാത്രയാകുമ്പോഴാണ് ഇത് കുറച്ചും കൂടിയും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഫുൾ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ വലിയ ബിൽഡിങ്ങുകളാണ്, ഫ്ലാറ്റ്, പിന്നെ ചെറിയ ഷോപ്സൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. നൈറ്റ് ടൈമിലാണ് കുറച്ചും കൂടിയും അത് കാണാൻ ഭംഗി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കളികളെല്ലാം അവസാനിപ്പിച്ച് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടേക്ക് നമ്മൾ ഇൻഡോർ പാർക്കിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്കൊരു ആക്സസ് കാർഡ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് അവിടെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇൻഡോർ പാർക്ക്. ഇതിൻ്റെ താഴെ ഇവർ ഫുൾ മാറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ കുട്ടികൾ വീണാലും അവർക്കൊന്നും പറ്റുന്നില്ല. പിന്നെ ഡെയിലി ഇവർ ക്ലീൻ ചെയ്യും. അതായത് നല്ല നീറ്റായിരുന്നു. ഉച്ചനേരമായതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങി രണ്ടുപേർക്കും. പിന്നെ ഞാനാണ് ഇവരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയത്. ഇവരെ ഞാൻ പിടിക്കണം. അപ്പോൾ രണ്ടുപേരും കിടന്ന് ഓടായിരുന്നു. ഇവരെ ബാക്കിൽ കൂടെ വന്നിട്ട് അവരെ പിടിക്കണം. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ കളിച്ചു. അതിനുശേഷം ഈ കാണുന്ന ഹെദർ തന്നെ കയറായിരുന്നു. ഇതൊരു കേവ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ പോയി കളിക്കാം. ഇതിൻ്റെ മേലെ കൂടെയായിരുന്നു അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ താഴെ ആൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരെന്നെ പിടിക്കാൻ വരായിരുന്നു. ഹെദറാണെങ്കിൽ മുട്ടുമെടഞ്ഞിട്ടാണ് എന്നെ പിടിക്കാൻ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ഹെൻട്രിക്കും അതുപോലെ തന്നെ മുട്ടുമെടഞ്ഞിട്ട് പിടിക്കാൻ വരായിരുന്നു. ഒരു പ്രത്യേക തരം കളിയായിരുന്നു രണ്ടുപേരുടെയും. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. ഈ പാർക്കിൻ്റെ സൈഡിലായിട്ട് റീഡിങ് റൂമുണ്ട്. ഈ റീഡിങ് റൂം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓപ്പൺ ചെയ്ത് തരുള്ളൂ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി അടുത്ത് പറയണം. അപ്പോൾ അവരങ്ങനെ ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സി യു.